ശ്രീ ദിലീപ് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത് ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകിൽ ലാലായിരുന്നു. ശ്രീ ദിലീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോങ്ങൻ നടത്തുന്ന അവസാനത്തെ വീഡിയോ ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ സംസാരമായിരിക്കണം ഇത് എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ സംസാരത്തിനായി നാവും എടുത്തിങ്ങോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി അങ്ങനെ ഒരു സഹകരണം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് അങ്ങോട്ട് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ദുഃഖമുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തോമസ് കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ്, കാരണം നിങ്ങൾ പണത്തിന് വേണ്ടി എന്തും പറയും. പൈസയ്ക്ക് വേണ്ടിയല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്. ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ഞാൻ ആ തെറി കേട്ടത്. അത് മാത്രമല്ലേ, ഞാൻ ഒരുപാട് തെറി കേൾക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകളുടെ തെറി ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ദിലീപ് വിരുദ്ധരാണ്. അവരങ്ങനെ ആയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ദിലീപ് വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ആരുടെയും മുന്നിൽ വെച്ചിട്ടല്ല ഗൂഢാലോചന നടന്നിട്ടുള്ളത്. ഈ സംഭവത്തിന് ഇവരാരും ദൃക്സാക്ഷികളല്ല. പക്ഷെ ഇവർ ഉറപ്പിക്കുന്നുണ്ട് ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ ഒരു മനസ്സിലാക്കൽ മാധ്യമങ്ങൾ പറഞ്ഞു കൊടുത്തത് അവർ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. മാപ്രകളുടെ വിസർജ്യം നിന്ന് അതിൽ നിന്നുള്ള ഒരു ഊർജ്ജത്തിലാണ് ഈ പറയുന്ന ദിലീപ് വിരുദ്ധത അവരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഞാൻ ദിലീപ് അനുകൂലിയായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പോങ്ങനായതുകൊണ്ടും എന്റെ സാമാന്യ ബോധവും എന്റെ യുക്തിയും എന്റെ ചിന്താശേഷിയും കാരണമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറിക്കൊള്ളുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി വിശദമാക്കി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കുറെ നാളുകളായിട്ട് എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പലരും ഇപ്പോഴും എന്നെ ഈ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വളരെ നേരെ കാര്യങ്ങൾ പറഞ്ഞോളാം. 2017 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണല്ലോ ദിലീപ് കുറ്റാരോപിതനാവുന്ന ഈ സംഭവം നടക്കുന്നത്, അല്ലേ? ആ കുട്ടി ആദ്യം ഓടിക്കേറി വന്നത് ഇവിടെയാണ്. അന്ന് കേരളം വലിയ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിലേക്ക് നോക്കി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ സംഭവത്തിന് വളരെ താരമൂല്യമുള്ള ഒരു വ്യക്തിയാണ് ഇരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൾ എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടി വരും. സ്വാഭാവികമായും സമൂഹത്തിന്റെ കൗതുകം, ശ്രദ്ധ, താല്പര്യമൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ്. എന്റെ ശ്രദ്ധയും അതിലേക്ക് വന്നു. എന്തെങ്കിലും പറയുമ്പോൾ അത് കുറ്റവാളിക്ക് കിട്ടുന്ന ഒരു... അന്ന് ദിലീപ് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങളൊന്നും മാധ്യമങ്ങളുടെ വന്നു തുടങ്ങിയിട്ടില്ല. എന്റെ പേര് വലിച്ചിഴക്കുന്നതിൽ എനിക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്കും ജനങ്ങൾക്കും. ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രവർത്തന മണ്ഡലത്തിൽപ്പെട്ട പല പ്രബുദ്ധരായിട്ടുള്ള ആളുകളും, അതല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് പോങ്ങൻ കേട്ടു. അപ്പോഴും ഞാൻ കൗതുകത്തോടുകൂടി ശ്രദ്ധിച്ച ഒരു വ്യക്തിയുണ്ട്. ഇതിപ്പോ ഞാനും പേടിച്ചു. നടനാണ്, നിർമ്മാതാവാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, സിനിമയുടെ സമസ്ത രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലാൽ. സ്വാഭാവികമായിട്ടും ലാലിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നുള്ളൊരു കൗതുകം എനിക്ക് തോന്നി കേട്ടോ. മറ്റു പലരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ലാലിന്റെ അഭിപ്രായങ്ങളൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയാണ് 2017 ഫെബ്രുവരി മാസം 24-നായിരിക്കാം, സൂക്ഷ്മം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണല്ലോ പൾസർ സുനി പിടിക്കപ്പെടുന്നത്. ഇതിലെ ഈ സംഭവത്തിലെ ഒന്നാം പ്രതിയായി മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പൾസർ സുനിയെ പിടിക്കപ്പെടും. കോടതിയിൽ നിന്നാണല്ലോ, ചാടി വീണ് പിടിക്കുകയായിരുന്നു. കോടതിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പൾസർ സുനിയെ പോലീസ് ചാടി വീണ് പിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത് ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകിൽ ലാലായിരുന്നു. അതിന്റെ പിന്നാലെയാണ് ശ്രീ ലാൽ അഭിമുഖമല്ലല്ലോ, എന്താ പറയുന്നത്, പത്രസമ്മേളനവുമായിട്ട് വരുന്നത്. ആ പത്രസമ്മേളനം വളരെ കൗതുകത്തോടുകൂടി കേട്ട ഒരാളാണ് പോങ്ങൻ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾക്ക് ശത്രുതയുള്ള ഒരാളുടെ പേര് ഒന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു. അപ്പൊ എനിക്ക് കുറച്ചുകൂടി വ്യക്തത വന്നു. പിന്നെ എല്ലാവരും അതിന്റെ പുറകെ കഥകളുമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അതൊക്കെ തെളിയിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് പിന്നീടുള്ള കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ആ പത്രസമ്മേളനം പിന്നീട് ഒരിക്കൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയും ചെയ്തിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിലൊരു കൗതുകം എനിക്ക് തോന്നി. നമ്മൾ ഒന്നും ആയിരുന്നില്ല, നമുക്ക് അതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെ തെളിയിക്കാൻ പറ്റുമായിരിക്കും. ഉറപ്പായിട്ടും തെളിയിക്കാൻ പറ്റും. കാരണം തെളിവുകൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറ്റും. പക്ഷെ ഇപ്പൊ ഈ കോടതി വിധി വന്നതിന് ശേഷം വീണ്ടും ഞാനത് എടുത്ത് കേട്ടു. അത് തെളിയിക്കപ്പെടുന്ന വരെയുള്ളൊരു സമയം എന്ന് പറയുന്നത് അത് ഭീകരമായിരിക്കും. നമ്മുടെ ജീവിതം താറുമാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. അപ്പൊ ഈ ഊഹോപോഹ കഥകൾ ഉണ്ടാക്കുമ്പോൾ അത് ഒരുപാട് പേരെ ഭീകരമായിട്ട് ബാധിക്കുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. ദിലീപ് കുറ്റക്കാരനായിരിക്കില്ല ഈ വിഷയത്തിൽ എന്ന് പറയുന്ന തോന്നൽ ആദ്യമായി ഉണ്ടാക്കിയത് ലാലായിരുന്നു. ലാലിന്റെ സംസാരമായിരുന്നു. അതായത് അദ്ദേഹം സംസാരം തുടങ്ങുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പൾസറിനെ പോലീസ് പിടിച്ച ഉടനെ തന്നെ ഇദ്ദേഹം മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട്, പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, അവർക്കൊരു പുതിയ അറിവ് കൊടുക്കുന്നൊരു അവസരം ആകരുത് എന്റെ വശത്തുണ്ടാകുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ചാനലിൽ നിന്നും പത്രത്തിൽ നിന്നൊക്കെ മാറുന്നത്.
അതിനാദ്യമായിട്ട് സോറി പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടതാണ്. ഏതാണ്ട് അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ആ ഒരു വീഡിയോയുടെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് ചേർത്തേക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് കണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനാവാനുള്ള യാതൊരു സാധ്യതയില്ല എന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടാത്ത ഒരു ഉറങ്ങാനുള്ളൊരു ഗുളിക ഞാൻ അടുത്ത് ചോദിച്ചു മേടിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് തന്നു, അതുകൊണ്ട് കൊടുത്തു. അത് കൊടുത്തിട്ട് അന്ന് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഉറക്കാൻ പറ്റില്ല. പിന്നെ അവൾ പറഞ്ഞു എനിക്ക് ആ ഗുളിക ടാബ്ലറ്റ് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് ശീലമാക്കണ്ട, അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ലാതെ തന്നെ നിനക്ക് ഉറങ്ങാൻ പറ്റണം, ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നീ നാളെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എന്നെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചില വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ ചിലയിടത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവളെപ്പോഴും ഇങ്ങനെ പറഞ്ഞ് നിർത്തണം, അല്ലെങ്കിൽ അവളെ ആരെങ്കിലും ചേർത്ത് പിടിക്കണം, നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടിരിക്കണം. പൾസർ സുനിയും മാർട്ടിനുമൊക്കെ അദ്ദേഹത്തിന്റെ തൊഴിലാളികളായിരുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സംശയത്തിന് ഇടയില്ലാത്ത വിധം അതിനകത്ത് സമ്മതിക്കുന്നുണ്ട്. ഈ പൾസർ സുനി എൻ്റെ സെറ്റിലുണ്ടായിരുന്നു. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു പുതിയ തലമുറ പുതിയ തരം സിനിമയായിട്ട് വന്ന് സക്സസ് ആക്കുമ്പോൾ പഴയ തലമുറക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഈ പറയുന്നത്. അവർ പറയുന്നത് അയ്യോ എന്താ കുറെ പിള്ളേരെ കൂട്ടി എന്തോ സിനിമ ഉണ്ടാക്കിയിട്ട് അവരവിടെ ഇങ്ങനെ മയക്കുമരുന്ന് അടിച്ച് കഞ്ചാവും വലിച്ചിട്ട് കുറെ സിനിമകൾ ഉണ്ടാക്കുന്നു, അതൊക്കെ ഇങ്ങോട്ട് ഓടുന്നു. അങ്ങനെയൊന്നും ഒരു സിനിമ ഓടില്ല. അങ്ങനെ സിനിമ ഓടിയിരുന്ന ഇവിടെ ജനം കണ്ടിട്ടാണ്, ജനത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ പുതിയ രുചികളിലേക്കും കാര്യങ്ങളിലേക്കും പോയി സിനിമകൾ വിജയിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഈ സെറ്റുകളിൽ മുഴുവൻ മയക്കുമരുന്നാണെന്നും ഇവിടെ മുഴുവൻ കഞ്ചാവാണെന്നും പറഞ്ഞു വരുന്നത്. പൾസർ സുനിയെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി ആത്മാർത്ഥമായി അനുകൂലിച്ച് സംസാരിക്കുന്നുമുണ്ട്. അതായത് പൾസർ സുനിയുടെ കഴിവുകളെ കുറിച്ച്, കഴിവെന്ന് ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് പാഠവത്തെക്കുറിച്ച് കൃത്യമായി ലാൽ പറയുന്നുണ്ട് സമൂഹത്തോട്. ഇനി സുനിയുടെ കാര്യം, എന്റെ മോൻ ചെയ്യുന്ന പടത്തില് ഒരു കല്യാണ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വിളിച്ച ഒരു ടെമ്പോ ട്രാവലർ, ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചപ്പോൾ ആ വണ്ടിക്ക് വന്ന ഡ്രൈവറാണ് ഈ പറഞ്ഞ സുനി. ഇയാൾ വന്നതിന് ശേഷം ഈ ഇത്രയും ദിവസം കൊണ്ടിട്ട് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. മിടുക്കനായിട്ടുള്ള, വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന, സമയത്തിന് മാത്രം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡ്രൈവർ എന്ന് പറയുന്ന പേര് പിടിച്ചെടുക്കാനായിട്ട് ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ മിടുക്കനായിട്ടുള്ള ഒരാളാണ്. തൊഴിലിൽ ഇവൻ കൊള്ളാമെന്ന് പറയുന്ന ലാലിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഒരാളാണ് പൾസർ സുനി എന്ന് പറയുന്ന ഒരു ബോധ്യം അന്നേ എനിക്ക് സംഭവിച്ചു. അതായത് പ്രതികളായിട്ടുള്ള പൾസർ സുനിയും മാർട്ടിനും ലാലിന്റെ തൊഴിലാളികളാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് ലാലിന്റെ വണ്ടിയിലാണ്. XUV 500 എന്ന് പറയുന്ന ആ വണ്ടിയിലാണ് ഇത് നടന്നിരിക്കുന്നതെന്ന് പറയുന്നു. പിന്നീടുള്ള വാർത്തകളിൽ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പരിശോധിച്ചിട്ടുണ്ടാവാം തീർച്ചയായിട്ടും, പക്ഷെ അത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാലിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് വണ്ടി ഉള്ളത് എന്ന് മാത്രവുമല്ല ഈ ഒരു കേസിൽ, കാരണം ഞാൻ ഇത് ഭീകരമായിട്ട് മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ കുറെ ദിവസങ്ങളായിട്ട്. എനിക്കറിയാം, ഞാൻ അവളുടെ ഈ കുട്ടിയുടെ ഓരോ ദിവസവും വിളിച്ചിട്ട് പറഞ്ഞ് ഞാനും ഭാര്യയും എൻ്റെ മകളും എൻ്റെ മകന്റെ ഭാര്യയും മകനും അങ്ങനെ അവളുമായിട്ട് ബന്ധപ്പെട്ട ലാലിന്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റുഡിയോയിൽ നടക്കുന്ന കൊച്ചു വർക്കുകൾക്ക് വേണ്ടി മാത്രം ഈ SUV എന്ന് പറയുന്ന വണ്ടി മാത്രം ഓടുന്നുണ്ടായിരുന്നു. ആ വണ്ടിയിലേക്ക് ഒരു നല്ല ഡ്രൈവറെ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കുറച്ച് ദിവസം ഈ സുനി ഓടുന്നത്. സുനി പറഞ്ഞിട്ട് വേറെ ഡ്രൈവർ വന്ന് ഓടിയിട്ടുണ്ട്. ഈ ദിവസം ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം അതെ, തലേ ദിവസം വൈകിട്ട് സോറി, ആ കുട്ടിയുടെ പേര് പറയാൻ എനിക്ക് പാടില്ലാത്തതാണ്, അബദ്ധത്തിന് പറഞ്ഞു പോകാൻ ക്ഷമിക്കുക. ഈ കുട്ടി ഞങ്ങളുടെ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഒന്ന് രമ്യ നമ്പീശിന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഒരു വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോടാ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് അറേഞ്ച് തരാന്ന്. ലാല് മാർട്ടിനെ ചുമതലപ്പെടുത്തുന്നു, വണ്ടി വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഈ വിഷയങ്ങളിലൊന്നും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരുന്നില്ല. ദിലീപ് ഇത് അറിയാനുള്ള സാധ്യതയുമില്ല. ദിലീപും മാർട്ടിനുമായിട്ടോ ദിലീപും പൾസർ സുനിയായിട്ടോ ഒന്നും അവിടെ സംസാരങ്ങൾ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു ധാരണ കിട്ടിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വരുന്ന മറ്റൊരു ആശങ്ക എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇനി ഇവരെങ്ങാനും ഈ പൾസർ സുനി എങ്ങാനും എന്റെ പേര് പറഞ്ഞാലോ, ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകിൽ ലാലായിരുന്നു എന്ന് പറയുന്ന ഒരു ആശങ്ക ഈ സംഭവം നടന്ന ആദ്യ ആഴ്ചയിൽ തന്നെ ലാലിന്റെ മനസ്സിലുണ്ടായി. സ്വാഭാവികമായി ലാല് സർഗസമ്പന്നനായിട്ടുള്ള ഒരാളായതുകൊണ്ടും നല്ല ഭാവനാശേഷിയുള്ള ഒരാളായതുകൊണ്ടും സ്വാഭാവികമായിട്ടും അങ്ങനെ വിചാരിക്കാം, ആലോചിച്ച് പോവാം, ആലോചിച്ച് കിടുങ്ങാം. അപ്പൊ അതിനിടക്ക് ദിലീപിന്റെ വീട്ടിൽ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ന്യൂസുകളൊക്കെ വന്നു. ആ ദിലീപ് അറിഞ്ഞിട്ട് പോലും അവിടെ പോലീസും പോയിട്ടില്ല, അങ്ങനെ അന്വേഷണം നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അതിനുശേഷം പൾസർ സുനി എന്റെ പറയുക ഒരു ചെറിയ കഥയുണ്ട്. ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാറ് മാത്രം ഇവിടുന്ന് പോയി. ആ ഒരു
ഒരു കാർ ഓടിക്കാനായിട്ട് ഒരു ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും മിടുക്കനായത് കൊണ്ടിട്ടാണ്. ഇപ്പൊ മാതൃഭൂമിയുടെ ഒരു നിങ്ങൾക്കറിയാം ആണ് ഇത് ഏറ്റവും കൂടുതൽ എന്റെ തലയിലേക്ക് അടിച്ചു വെച്ച് തന്നെ എന്നുള്ളത് ആഗ്രഹം.